നോക്കുകയാണെങ്കിൽ രാജ്പുത് വിഭാഗത്തിനിടയിലെയും അസ്വസ്ഥതകളാണ് ഉള്ളത്. അതായത് BJPക്കൊപ്പം എന്നും ശക്തമായി നിലകൊള്ളുന്ന ഒരു രാജ്പുത്രൻ ഇത്തവണ പിണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് രാജസ്ഥാനുള്ളത്. വസുന്ധര രാജ സിന്ധ്യയെ സംസ്ഥാന BJP ഒതുക്കുന്നതാണ് ഇവരുടെ പിണക്കത്തിന്റെ മറ്റൊരു കാരണം. ഇനി BJPക്ക് തിരിച്ചടിയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗുജറാത്തിൽ കേന്ദ്രമന്ത്രി പരുഷോത്തം രൂപാല നടത്തിയ വിവാദ പ്രസംഗമാണ്. അതായത് രാജകുടുംബങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണെന്ന് രാജ്കോട്ട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഗുജറാത്തിൽ BJPയെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ എല്ലാം BJPക്ക് തിരിച്ചടി കിട്ടുക. എത്ര മാപ്പ് പറഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരെ രാജ്പുത് സ്ത്രീകൾ നിരാഹാര സമരം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഗുജറാത്തിലെ കാര്യങ്ങൾ മാറി. എന്നാൽ പട്ടേൽ വിഭാഗത്തിന്റെ പിന്തുണയിൽ വിശ്വസിക്കുന്ന BJP ഗുജറാത്തിൽ ഈ വിഷയം അത്ര കാര്യമായി എടുത്തില്ല. പക്ഷേ പ്രതിഷേധത്തിന്റെ അലയൊലികൾ രാജസ്ഥാനിലും എത്തി എന്ന് വേണം പറയാൻ.